ദേവവ്രതന്റെ രാജസ്ഥാനം മറ്റൊരാൾക്ക് കൊടുക്കുക എന്നത് അയാൾക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ലായിരുന്നു. അങ്ങനെ മറുപടിയില്ലാതെ സന്തനു ആ വീട്ടിൽ നിന്നും വന്നിറങ്ങി. സത്യാവതിയുടെ ഓർമ്മകളായിരുന്നു അയാളുടെ മനസ്സ് നിറയെ. തന്റെ മകനു വേണ്ടി അവളെ മറക്കാമെന്ന് സന്തനു തീരുമാനിച്ചു. എന്നാൽ അത്ര എളുപ്പമായിരുന്നില്ല ആ കാര്യം. രാജ്യകാര്യങ്ങളിൽ അയാളുടെ ശ്രദ്ധ നഷ്ടപ്പെട്ടു. പതിയെ പതിയെ സന്തനു മാനസിക സമ്മർദ്ദത്തിലായി. തന്റെ പിതാവിന്റെ ഈ അവസ്ഥ കണ്ടു നിൽക്കാൻ ദേവവ്രതന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ശേഷം ദേവവ്രതൻ തന്റെ അച്ഛനെയും കൂട്ടി സത്യാവതിയുടെ വീട്ടിലേക്കെത്തി. സത്യാവതിയുടെ അച്ഛനും അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം കേൾക്കെ ദേവവ്രതൻ ഒരു ശപഥം ചെയ്തു. ദേവവ്രതൻ എന്ന ഞാൻ ഹസ്തിനപുരത്തിന്റെ യുവരാജാവ് എന്ന പദവി ഇവിടെ ബഹിഷ്കരിക്കുകയാണ്. ഇനി ഭാവിയിൽ ഒരിക്കലും ഞാൻ ഹസ്തിനപുരത്തിന്റെ രാജാവാകില്ല. ഭാവിയിൽ എന്റെ ഭാഗത്തു നിന്നും കിരീടത്തിനൊരു ഭീഷണി വരാതിരിക്കാൻ ഞാൻ എന്റെ ജീവിതത്തിൽ വിവാഹം ചെയ്യുകയുമില്ല.